എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ വീണ്ടും സൊമാറ്റോ വ്ളോഗിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. 1-2 മാസമായിട്ടുണ്ട് കേട്ടോ നമ്മൾ സൊമാറ്റോ ഇറങ്ങിയിട്ട്. അതെ, ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂസെൻസ് സൗണ്ടുകൾ വരും, അത് എനിക്ക് ഉറപ്പാണ്. സോ നമ്മൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് സൊമാറ്റോ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. സൊമാറ്റോ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ തന്നെ ഓൺലൈൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ ആക്കാം, ഓഫ്ലൈൻ ആക്കാം. നമ്മൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഓഫ്ലൈൻ മോഡും, ഇപ്പോൾ വർക്ക് ഓർഡറുകൾ കിട്ടണമെങ്കിൽ ഓൺലൈൻ മോഡും ഇട്ടാലാണ് നമുക്ക് ഈ സംഭവം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോണത് ഒരു ഇലക്ട്രിക് സൈക്കിളിലാണ് പോണത്. കാരണം നോർമൽ സൈക്കിളിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, ഈ വട്ടം ഇലക്ട്രിക് സൈക്കിളിലാണ്. അതുപോലെ തന്നെ പട്ടാപ്പകലാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ രാത്രിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇടിമിന്നലും അതുപോലെ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത്. സോ നമുക്ക് എപ്പോഴാണ് ആദ്യത്തെ ഓർഡർ കിട്ടാൻ നോക്കി നോക്കാം. ഇപ്പോൾ സമയം ഏകദേശം 7:06, സമയം 7 മണി. ബിഗ് ബോസിൽ പറയണം, നോക്കി നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ തൃശ്ശൂർ എത്തണം, എന്നാലേ ഈ ഭാഗത്തൊന്നും, എൻ്റെ വീടിൻ്റെ ഭാഗത്തൊന്നും അങ്ങനെ ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്പീഡും കാര്യങ്ങളൊക്കെ കാണാം, എത്ര സ്പീഡിലാണ് പോണതെന്ന് കാണാം. ഇപ്പോൾ നമ്മൾ 70 കിലോമീറ്റർ ചവിട്ടിയിട്ടുണ്ട് കേട്ടോ. 70 കിലോമീറ്റർ മൊത്തം ഓഡോമീറ്ററിൽ ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടട്ടെ കേട്ടോ. അപ്പോൾ ഈ സാധനം വൈബ്രേറ്റ് ചെയ്യും ഗൈസ്. നമ്മളിപ്പോൾ ഒരു ടൗണിലേക്ക് വന്നു കേട്ടോ. മെയിൻ ടൗണിലേക്ക് നമുക്ക് ഓർഡർ കിട്ടാൻ ചാൻസ് ഉള്ള സ്ഥലത്തേക്ക് വന്നു. നിങ്ങൾക്ക് ഈ റൗണ്ട് അബൌട്ട് ഓർമ്മയുണ്ടോ? ഒരു ബസ്സുകാരൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ലോ ഫ്ലോർ ബസ്. എൻ്റെ പൊന്നെ, അതുപോലെ ഇടിച്ച് കയറ്റണമെങ്കിൽ എന്തോരം സ്പീഡിലായിരിക്കും വന്നിട്ടുണ്ടാവും ആള്. ഈ ഒരു റൗണ്ട് അബൌട്ടിലായിരുന്നു കേട്ടോ ആ ഒരു ലോ ഫ്ലോർ KSRTC ബസ് വന്ന് ഇടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ദേ ഇവിടെയായിരുന്നു ആ സാധനം ഇടിച്ച് കയറ്റി ഉള്ളിലേക്ക് കയറ്റി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പ്രതിമയും ശക്തതമ്പുരാൻ്റെ പ്രതിമയും കാര്യങ്ങളൊക്കെ. എൻ്റെ ദൈവമേ, ഇത് ഇടിച്ച് കയറ്റി പോകണമെങ്കിൽ എന്തോരം സ്പീഡിലായിരിക്കും ആള് വന്നിട്ടുണ്ടാവുന്നതിനെ ആലോചിക്കണം കേട്ടോ. ചിലപ്പോൾ ഉറക്കപ്പിച്ചിലൊക്കെ ആയിരിക്കും, അറിയില്ല. ദൈവേ, ഇതെങ്കടപ്പോൾ ബാക്കിലേക്ക് റിവേഴ്സ് എടുക്കണതോ. ഇത് ശക്തൻ സ്റ്റാൻഡാണ് കേട്ടോ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ഓർഡർ കൂടുതൽ കിട്ടുക, ഓർഡറും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ചുറ്റിക്കറങ്ങിയോണ്ട് നിൽക്കും. ഇതുവരെ ഒരു അപ്ഡേറ്റും ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ ഈ സംഭവം നിങ്ങൾ കണ്ട, ഇത് എയർ കണ്ടീഷൻ ആക്കിയിട്ടാ, ഫുള്ള് AC കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാക്ക് വേ AC ആക്കാൻ വേണ്ടിയിട്ട് അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ AC ആക്കിയിട്ടുണ്ടാവണം എന്തായാലും. ഞാൻ AC ആക്കിയ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു അപ്ഡേറ്റും ഇവിടെ നടന്നിട്ടുണ്ട് തൃശ്ശൂർ കേട്ടോ. ഈ സാധനം വാക്ക് വേ എന്തായാലും കിടല് സംഭവമായി. എന്താ സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ വരുമ്പോൾ ഓർഡർ കിട്ടി തുടങ്ങേണ്ടതാണ്. ഞാനിപ്പോൾ 2 മാസത്തോളം വർക്ക് ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇവിടെ നമുക്കിങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കാം. പ്രാവുകൾക്ക് കുറേ തീറ്റ ഇവിടെ കൊടുക്കുന്നുണ്ട് കാലത്ത് തന്നെ. അതുപോലെ തന്നെ ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസണാണെന്ന് തോന്നുന്നുണ്ടോ. പൈനാപ്പിൾ കാര്യങ്ങൾ 2 ലോറിയോ അങ്ങനെ, പൈനാപ്പിളൊന്നും ഇങ്ങനെ 2 ലോറിയൊന്നും ഇവിടെ അങ്ങനെ വരാറില്ല കേട്ടോ. അതേ പൈനാപ്പിൾ നോക്കിയേ, അടിപൊളി. എവിടെ നിന്നാണ് ഈ പൈനാപ്പിളൊക്കെ വരണേ? എവിടെ നിന്നാണ് വരണേ പൈനാപ്പിളൊക്കെ? കൃഷി എവിടെ? മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്ന ഇതാണ് കേട്ടോ, അടിപൊളി. 2 ലോഡ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ വഴിയിലും കുറേയൊക്കെ കാണാറുണ്ടായിരുന്നു. ഇവിടെ ഒരു ലോഡുണ്ട്, അപ്പുറത്തൊരു ലോഡുണ്ട് കേട്ടോ. ഇപ്പം ഇതിൻ്റെ സീസണാന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ ഇതിൻ്റെ സീസണാട്ടോ. ഇപ്പോൾ കുറേ പൈനാപ്പിൾ വന്ന് എടുക്കുന്നുണ്ട്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ പോണ സമയത്ത് ഈ പൈനാപ്പിൾ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ആയിരുന്നു ഓഫ് റോഡ് ചെയ്യാൻ പോകണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് പൈനാപ്പിളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ മുന്നത്തെ പോലെ തന്നെ സുഭിക്ഷം എന്നല്ലേ പറയാ, സുഭിക്ഷമായിട്ട്. എൻ്റെ പൊന്നി മാങ്ങ നോക്കിയേ, അമ്മ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങോട്ട് വരും കേട്ടോ. എൻ്റെ തേമ അടിപൊളിയായിട്ട് നിൽക്കണില്ല മാങ്ങ. ഇത് ഫുള്ള് ഓരോ തരം മാങ്ങകളാവുന്നുണ്ട്, ഓരോ വെറൈറ്റി മാങ്ങകളാവുന്നുണ്ട്. അല്ല, ഇത് 2 സെയിം ആവുന്നുണ്ട്, ഇത് വേറെ ആവുന്നുണ്ട്. ഏതാ? അതന്നെ ചാടിച്ചത് ഞാൻ തന്നെയാ. നിങ്ങളൊക്കെ ഇത് കാണണ്ട്. ഞാനൊരാഴ്ചയായി വന്നിട്ട്. ഏതാ? അല്ല, ഒരാഴ്ചയായി. അല്ലല്ലേ, നമ്മളവിടെ നിന്ന് റെന്റിനടുത്ത് ആശുപത്രി ഭക്തരുണ്ടായിരുന്നു. എല്ലാം അറിഞ്ഞിരിക്കുന്നു. അതെ.
ശരിയല്ല, ഓർഡർ കിട്ടിയിട്ടുണ്ട്, പോട്ടെ. ഏതാ? അത് അവിടുന്ന് റെന്റിന് എടുത്തതാ, വാടകയ്ക്ക് എടുത്തതാ. ശരി, കാണാം. ഗൈസ്, ഐശ്വര്യം എന്ന് പറയട്ടെ, ഒരു 32 രൂപയ്ക്ക് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓർഡർ കിട്ടിയിട്ടുണ്ട് 32 രൂപയ്ക്ക്. അപ്പോൾ അയ്യോ, ഓർഡർ അക്സെപ്റ്റ് ചെയ്യട്ടെ കേട്ടോ, അല്ലെങ്കിൽ അത് പോവും. അയ്യോ പോവല്ലേ ആ ഓക്കെ, സെറ്റ്. ഓർഡർ കിട്ടിയിരിക്കണത് ഞാൻ വെറുതെ ഹോട്ടലുകാർക്ക് പ്രമോഷൻ കൊടുക്കുന്നില്ല. തൃശ്ശൂരത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ. കുഴപ്പമില്ലേ, നല്ലത് പ്രമോട്ട് ചെയ്യാം. തോംസൺ കാസയിൽ നിന്നാണ്. എൻ്റെ പോലെ സോറി ഗൈസ്, ഇതൊക്കെ ആരും ചെയ്യായിരിക്കും കേട്ടോ. ക്യാമറയും പിടിച്ച് സൈക്കിളിൽ ഒറ്റക്കൈയോട്ട് ആരും ചെയ്യായിരിക്കും. അപ്പോൾ തോംസൺ കാസയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ എനിക്ക് റൂട്ട് എനിക്കറിയാം, മാപ്പ് ഞാൻ ഇടുന്നില്ല. എനിക്ക് തോന്നുന്നു അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ്. നമ്മൾ തോംസൺ കാസ ആ ഒരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫുഡ് എവിടെ എടുക്കുക? താഴെയോ? ആ സൈഡിലല്ലേ? ഫ്രണ്ടിൽ തന്നെയാ? ഫ്രണ്ടിൽ കൂടെ തന്നെ പോയിട്ടോ. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല, സൈക്കിളായതുകൊണ്ട് ഇവിടെ വയ്ക്കാമെന്നുണ്ട്. അപ്പോൾ നമ്മൾ റീച്ച് ചെയ്ത ലൊക്കേഷനിൽ അടിക്കണം. അപ്പോഴാണ് കസ്റ്റമറുടെ ഓർഡറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുക കേട്ടോ. ഇഡ്ഡലിയാണ്, 7 ഇഡ്ഡലി. ചേട്ടാ, ഡെലിവറി എവിടെ നിന്ന് എടുക്കുക? ഉള്ളി പോയാൽ മതിയല്ലേ? ഈ സമയത്ത് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല ചേട്ടാ. സോറി. ഇത് 10 മണിക്കാണ് ഓപ്പൺ ആവുള്ളൂ കേട്ടോ. 10 മണിക്കാണ് ഓപ്പൺ ആവുക. ഈ സമയത്ത് അങ്ങനെ വരാറില്ല. 5 സൊമാറ്റോയ്ക്ക് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ സാധനം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് 4 മിനിറ്റ് ഉണ്ട് കേട്ടോ. പിക്ക് ഓർഡർ 4 മിനിറ്റ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് അതിൽ കാട്ടും 4 മിനിറ്റ്സ് ഉണ്ട് ഇനി ഓർഡർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണ് നിന്നാലേ വേണ്ട ഗൈസ്, പുറത്ത് നിൽക്കാം. നോക്കി ഗൈസ്, ഇവിടെ ഏറ്റവും കൂടുതൽ ഞാനും അമ്മയും ഡാഡിയും അനിയനും അമ്മാമ്മയും എല്ലാവരും കൂടിയിട്ട് ഒരു വട്ടം ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്തേക്ക്. നല്ല ആംബിയൻസ്, നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ട് എൻവയോൺമെൻറ്റിനോട് ഇണങ്ങിച്ചേരുന്ന ഒരു സംഭവമാണ്. ഞാൻ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി നല്ലൊരു സ്ഥലം കേട്ടോ. ഫുഡും അടിപൊളി തന്നെയാണ്. ഇവരങ്ങടാണ് തൃശ്ശൂർക്ക് ഓൾമോസ്റ്റ് എല്ലായിടത്തേക്കും ചിക്കൻ, ബ്രോയിലർ ചിക്കനൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അങ്ങനത്തെ എന്തോ ഇതുകൂടിയുണ്ട് കേട്ടോ. ഈ തോംസൺ ചിക്കൻ്റെ ഉണ്ട് ഇവർക്ക്. തോംസൺ കാസ എന്നുണ്ടെങ്കിൽ ഇത് റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ കുറച്ചുകൂടി കമ്പാരിറ്റീവ് വില കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഫുള്ള് കോഴി കാർപ്പുകളാണ് ഗൈസ്. ഇത് ഇന്ത്യൻ കോഴി കാർപ്പല്ലേ? അല്ല, ഇന്ത്യൻ കോഴി. അത് ഒരെണ്ണത്തിൻ്റെ പിന്നാലെ എല്ലാം നടക്കുന്നത് മെയ്റ്റ് ചെയ്യുന്നതാണോ? പക്ഷേ ഇവരുടെ മെയ്റ്റിങ് ഇന്നില്ലല്ലോ, അറിയില്ല കേട്ടോ. ഇവിടെ കോഴി കാർപ്പുകളുണ്ട്. പക്ഷേ എൻ്റെ പൊന്നി, അതിൻ്റെ വായ നോക്കിയേ. എൻ്റെ ഇതിൻ്റെ ഉള്ളിലത്തെ എസ്പെൻ അതിൻ്റെ വായിലേക്ക് ഫുള്ള് കയറി പോകുമല്ലോ. വലിയ വായ കേട്ടോ. അതിൻ്റെ അടിയിലൊരു സക്കറും കിടക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഫിൽറ്റർ ചെയ്തിങ്ങനെ വരുന്നുണ്ട് നോക്കിയേ. നല്ല മരവും ഇത്. അപ്പോൾ ഞാൻ ഫാമിലിക്ക് ആയിട്ട് വന്നിട്ട് സാധനം കുറേ ഇവിടെ ഇരുന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വലയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അടിപൊളി. അപ്പുറത്തും ഉണ്ടെന്നുണ്ട് ഇതുപോലത്തെ ഒരു പോണ്ട് കേട്ടോ. സോ 4 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓർഡർ കിട്ടാൻ. ഗൈസ്, ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 0910 ഇതല്ലേ? സോ ഫുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സാധനം ഇവിടെ ഇരിക്കട്ടെ. ശരി ബ്രോ. അയ്യോ, വേറെ ആളായിരുന്നു ഇവിടെ. നേരത്തെ ഒരു സബ്സ്ക്രൈബർ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സൊമാറ്റോയുടെ ഇതിൽ തന്നെ കേട്ടോ. അപ്പോൾ 7 ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയും അതിൻ്റെ കറിയും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ കുട്ടനല്ലൂർ ഭാഗത്തേക്കാണ് കേട്ടോ. ഗൈസ്, എനിക്കറിയില്ല കേട്ടോ. 7 മണിക്കാണ് ഞാൻ ലോഗിൻ ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറിക്ക്
റെഡി ആയിട്ട് നിന്നത്. ഇപ്പോൾ 8 മണിയായിട്ടാ. 8 മണി. ഒറ്റൊരു ഓർഡർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതെങ്ങനെയത് വർക്കൗട്ട് ചെയ്യാൻ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ലോഗിൻ നമ്മൾ എത്ര മണിക്കാണ് കയറിയ 1 മണിക്കൂർ ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ സൊമാറ്റോ ഡെലിവറി. ആ 1 മണിക്കൂർ എങ്ങനെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് അറിയാം. എനിക്ക് തോന്നുന്നത് ഓർഡർ അനുസരിച്ചിട്ടാണോ ഇല്ല, സമയം വെച്ചിട്ട് ഞാൻ ആവും കേട്ടോ 1 മണിക്കൂർ. കാരണം 7 മണിക്ക് ഞാൻ ലോഗിൻ ചെയ്ത ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ 8 മണിയായി. 8 മണി വരെ എൻ്റെ ബുക്കിംഗ് ഉള്ളൂ കേട്ടോ. ബുക്കിങ്ങിൻ്റെ സമയം അവസാനിക്കുന്നത് 8 മണിക്കാണ്. സൊമാറ്റോ കയറണമെങ്കിൽ ഇങ്ങനെ ബുക്ക് ചെയ്യണം, ഗിഗ് ബുക്ക് ചെയ്യണം. ഓരോ ഗിഗും ബുക്ക് ചെയ്തിട്ടാണ് നമുക്ക് ആ സമയത്ത് ഓടാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാണ്ട് തോന്നിയ പോലെ ഓടാൻ പറ്റില്ല നമുക്ക്. അടി. സോ നമുക്ക് ഇനിയിപ്പോൾ ഒരു 3.5 കിലോമീറ്റർ ഉണ്ട്. നമ്മളെ ജൂബിലി മിഷൻ വഴി കുട്ടനല്ലൂർ ആ സൈഡിലേക്കാണ് പോകണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഓർഡർ കിട്ടുമെന്നുള്ളത് അറിയില്ല. ഞാനിപ്പോൾ ഒരു ഫ്ലാറ്റിലേക്കാണ്, അങ്ങോട്ട് പോയിട്ട് വേണം കൊടുക്കണം കേട്ടോ. സോ നമ്മൾ ഇപ്പോൾ സെവൻത്ത് ഡേ സ്കൂളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ പോകാൻ. ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് വേണം പോകണത്. അതെ, ഇവിടെ നിന്നൊരു ടേണിങ് ഉണ്ട് കേട്ടോ. ഇടയിൽ ആരെങ്കിലും കയറിയാൽ തീർന്ന്. കമോൺ. ആ ഭാഗത്തു നിന്നാണ്, ആ ഭാഗത്തു നിന്നാണ് ഒരു വളവുണ്ട്. ബാക്കിൽ ലോറി ഉണ്ട്. അമ്മേ ഗൈസ്, ഈ ഒരു കെട്ടിട സമുച്ചയത്തിലാണ് കേട്ടോ നമുക്ക് ഓർഡർ ഡെലിവറി ചെയ്യേണ്ടത്. ജോസാലൂക്കാസിൻ്റെയാണ് കേട്ടത്. ജോസാലൂക്കാസിൻ്റെ ഒരു ഇമ്പീരിയൽ ടവർ എന്ന് പറഞ്ഞിട്ട് അതിന് ഓരോരോ പേരുകളുണ്ട്. അത് കാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഡീറ്റെയിലും പുറത്താവും. അതുകൊണ്ട് ഞാൻ അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നോക്കി നോക്കട്ടെ കേട്ടോ. നമ്മൾ ആ ലൊക്കേഷനിലെത്തി. ഇനി സൊമാറ്റോ എടുത്തിട്ട് ജോസാലൂക്കാസ് ഇമ്പീരിയൽ ടവർ ബിൽഡിങ്. ഓക്കെ. കിട്ടി. അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ. ഇവിടെ ഇത് കുറച്ച് സീനാണ് കേട്ടോ. ഇങ്ങനത്തെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ഒപ്പിടണം, എഴുതി കുറേ കാര്യങ്ങളുണ്ടാവും കേട്ടോ. അതേ നിൽക്കുന്നുണ്ട് ചേട്ടൻ. അപ്പോൾ ഇലക്ട്രിക് സൈക്കിൾ ഇവിടെ വെച്ചിട്ട് താക്കോൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ എഴുതണമെന്ന് തോന്നുന്നുണ്ട്. എഴുതിയിട്ട് പേരാണോ, പേരിൻ്റെ ഡീറ്റെയിൽ എഴുതണം അല്ലേ? 10ാമത്തെ ഫ്ലോറ്. അപ്പോൾ ഇതിൽ കുറേ ഉണ്ട് കേട്ടോ. എൻ്റെ ഹെൽമെറ്റ് പൂരിപ്പിച്ചു കൂട്ടാ. ഹെൽമെറ്റ് ഊരിക്കണം. ഹെൽമെറ്റ് ഊരിയിട്ട് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ സാധാരണ ഹെൽമെറ്റ് ഊരാറില്ല. ഇതാണ് കേസ്. ഇവിടെ ഫ്ലാറ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ പണിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ലിഫ്റ്റ് കയറി അവിടെ കൊണ്ട് കൊടുക്കണം. കമോൺ സീസേ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇന്ന് ഈ ഡെലിവറി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം ഓൾറെഡി 8 മണി കഴിഞ്ഞു. നോക്കിയപ്പോൾ തന്നെ 8:15 കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എപ്പോൾ എത്താനാണെന്ന് അറിയില്ല. നോക്കി നോക്കാം. ഇവിടെ ഒരു മിനി കൂപ്പർ. ഇത് അടിപൊളി വണ്ടിയുണ്ട് കേട്ടോ. നൈസ്. നല്ല എലോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. എൻ്റെ കയ്യിൽ ആക്ച്വലി നമ്മുടെ 2 ബാറ്ററിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഗോപ്രോൻ്റെ. ഇത് താക്കോല്. ഇവിടെ കൃത്യസമയത്തായിരുന്നു സാധനം എല്ലാം തീർന്നത് കേട്ടോ. ഈ ട്രിപ്പ് ഈ ഡെലിവറി കഴിയണോടുകൂടി ഓഫ്ലൈൻ ആയിക്കോളാൻ പറഞ്ഞു കേട്ടോ. ഞാൻ കാട്ടിത്തരാം. ഇനിയിപ്പോൾ നമ്മൾ ഓൺലൈൻ ആക്കാൻ നോക്കിയാലും ഈ സാധനം കണ്ട ഇവിടെ കണ്ട കൂടുതൽ ഇത് ഗിഗ് ബുക്ക് ചെയ്തതിന് ശേഷം ഇനി ഓൺലൈൻ പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ട്രിപ്പ് നമുക്ക് ഇനി ഓൺലൈൻ ആവാൻ പറ്റില്ല കേട്ടോ. ഓൺലൈൻ എന്തോരം അമർത്തിയാലും നമുക്ക് സാധനം കിട്ടില്ല. കാരണം 1 മണിക്കൂർ കഴിഞ്ഞു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഗൈസ്. സോ അത് ഭയങ്കര ചതിയായി പോയിട്ടോ. ആ തോമസൻ കാസയിൽ പോയത് ഭയങ്കര മണ്ടത്തരായി. കാരണം ഭയങ്കര ലേറ്റായി. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓർഡർ എവിടെ കിട്ടണമെന്ന് സൊമാറ്റോക്കാരെ തീരുമാനിക്കും. എന്നാലും ഒരൊറ്റൊരു ഓർഡറിനെ കിട്ടിയുള്ളൂ കേട്ടോ. സോ നമ്മുടെ പരിപ്പ് തീരുമാനമായിട്ടുണ്ട്. ഞാനും മനസ്സിൽ വിചാരിച്ചു ഈ ഒരു ഓർഡറോടുകൂടി തീർന്നു കഴിഞ്ഞാൽ തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ 2 ബാറ്ററി ഉണ്ടായിരുന്നു കേട്ടോ ഗോപ്രോൻ്റെ. ആ 2 ഗോപ്രോൻ്റെ ബാറ്ററിയും തീർന്നു. പിന്നെ ഐഫോണിൽ വേണം ഷൂട്ട് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ഐഫോണിലാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാട്ടെ. 8 മണി 8 നമ്മുടെ പട്ടിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീട്ടിൽ പോകാട്ടോ ഗൈസ്. ചാക്കോളാസ് പവിലിയൻ കൺവെൻഷൻ സെൻറ്റർ കേട്ടോ. ഞാൻ വീട്ടിൽ പോണ സമയത്ത് കണ്ടതാണ്. എൻട്രൻസ് ചെറിയ എൻട്രൻസ് ആണ്, പക്ഷെ ഉള്ളിൽ ഭയങ്കര ഇതുണ്ട് കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കി നോക്കാം. പൊന്ന് അടിപൊളി കേട്ടോ. ഞാൻ ഈ സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇവിടേക്ക് വന്നിട്ടില്ല. പൊളിച്ച് സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടോ? പാർക്കിംഗ് ഏരിയ ആണെന്ന് കേട്ടോ. അത് സ്വിമ്മിങ് പൂളല്ല, കൺവെൻഷൻ സെൻറ്ററാ.
സെക്യൂരിറ്റിക്കാരും ആ ഗോൾഡൻ ഇതൊക്കെ നോക്കി അടിപൊളി ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഞാനിത് പുതിയത് വന്നത് ഞാനിവിടെ കണ്ടിട്ടില്ല കേട്ടോ. ചാക്കോളേഴ്സിൻ്റെ തൃശ്ശൂർക്കാർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ അയച്ചു കൊടുത്ത് ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ടോ എന്നുള്ളത്. പണി തീർന്നിട്ടില്ല എന്നുണ്ട് കേട്ടോ. 5 സ്റ്റാർ സെറ്റപ്പിലാണെന്നുണ്ട്, അറ്റത്തും ഉണ്ടെന്നുണ്ട്. കൊള്ളാം ഗൈസ്, അടിപൊളി കേട്ടോ. നല്ല ഏരിയ. എൻട്രൻസ് ആണ് കുറച്ച് സീൻ, എൻട്രൻസ് കുറച്ച് ഇതുണ്ട്, സീനുണ്ട്. ബാക്കിയൊന്നും കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഗൈസ്, അങ്ങനെ ഇന്നത്തെ ഓട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടാ സൊമാറ്റോടെ സാധനം ഇട്ടിട്ട് ചൂട് എടുക്കാട്ടാ. സാധനം ഒടുക്കത്തെ ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ ചൂട് ഇതിൻ്റെ മേലെ കൂടെ ഇട്ടത്, കാരണം ഇത് മുഷിച്ചത് എന്തായാലും മാറ്റണം. അപ്പോൾ പിന്നെ ഞാൻ ഇതും ഊരിയില്ല കേട്ടാ. സോ ഇന്നത്തെ എൻ്റെ സമ്പാദ്യം കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്, നിങ്ങൾ ഞെട്ടും. ഇന്ന് നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുള്ളത് എത്ര രൂപയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എത്ര രൂപയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കാശൊക്കെ പോയി ഗൈസ്. എത്ര രൂപയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഞെട്ടരുത്. 1 2 3 4 5 6 7 8 9 10 11 12 2 200-ൻ്റെ നോട്ടും പിന്നെ 100-ൻ്റെ നോട്ട് എത്ര ഉണ്ട്? 100-ൻ്റെ നോട്ട് 1 2 3 4 5 6 7 8 9 10 11 12 100-ൻ്റെ നോട്ടും. അപ്പോൾ ഇന്ന് ആക്ച്വലി ടോട്ടൽ എമൗണ്ട് കിട്ടിയിട്ടുള്ളത് 32 രൂപയാണ് കേട്ടോ. ഞാൻ വെറുതെ വീട്ടിൽ ഗ്യാസിൻ്റെ ഇത് കളിക്കാൻ വേണ്ടി കാശ് ഞാൻ നോക്കുമ്പോൾ ചില്ലറ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് വെറുതെ പട്ടിഷോ കാട്ടിയതാണ്. വെറും 32 രൂപ മാത്രമാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. കാരണം നമുക്ക് 1 മണിക്കൂറോളം മറ്റേ തോമസൺ കാസയിൽ മിസ്സായിട്ടാണ്. കാരണം ഞാൻ 1 മണിക്കൂർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സാധാരണ 1 മണിക്കൂറുകൊണ്ട് ഞാൻ 3 ഇതുകൾ എന്തായാലും ചെയ്യാറുണ്ട്. 2 എണ്ണം മിനിമം എന്തായാലും ചെയ്യാറുണ്ട്, 3 എണ്ണം മാക്സിമം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഡെലിവറി. അത് കുറച്ച് പണിയായി. കാരണം 7 മണിക്ക് നമ്മൾ കയറിയിട്ട് 8:15-നാണ് നമ്മൾ ഫുൾ ഡെലിവറി കഴിഞ്ഞത് കേട്ടോ. വെയിറ്റ് ചെയ്യാൻ കുറേ സമയം പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3/4 മണിക്കൂറോളം ഇത് പോയി. 1 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവർ അനുവദിച്ചിട്ടുള്ള സമയം പിന്നെ പോണെങ്കിൽ വീണ്ടും തലൂസം ബുക്ക് ചെയ്യണം കേട്ടോ. ഇത്ര മണിക്കൂർ ഇത്ര ഇത് വരുന്നത്. പക്ഷേ 32 രൂപയാണ്. പക്ഷെ കുറേ പേരെ കണ്ടു, സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ പേരെ കണ്ടു ചൈനയിലാണോ ചൈനയിൽ നിന്ന് എത്തിയെന്ന് ചോദിച്ചിട്ട്. കാരണം അവർ അങ്ങനെ ഡൗട്ട് ചോദിക്കാൻ കാരണം, നിങ്ങൾ ആദ്യം കണ്ടില്ലേ നീ എന്നാ ചൈനയിൽ നിന്ന് വന്നതെന്ന് ചോദിക്കാൻ കാരണം, നീ നുണയല്ല പറയണതെന്ന് ചോദിച്ചത് ശ്രദ്ധിച്ചു നിങ്ങൾ അറിയില്ല. കാരണം ഇന്നലെ മിഞ്ഞാന്നായിട്ടാണ് ഞാൻ നേപ്പാളിൽ നിന്ന് തൃശ്ശൂർ വീട്ടിലെത്തിയ വ്ളോഗ് കണ്ടിട്ടുണ്ടാവുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് മുന്നെയാണ്. അപ്പോൾ ഒരാഴ്ച മുന്നേ ഞാൻ വീട്ടിലെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാലി ആവണില്ല. കാരണം ബാക്കിലാണ് വീഡിയോസ് എല്ലാം ബാക്കിലോട്ടാണ് പോണത്. അതുകൊണ്ടാണ് ഒരാഴ്ച ഞാൻ വീട്ടിലെത്തിയെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കാണ്ടിരുന്നത്. ആദ്യം ആ മാർക്കറ്റിൽ നിന്ന കുറച്ച് ചേട്ടന്മാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ വേറെ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല. പപ്പിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. എല്ലാ ദിവസവും പപ്പിനെ കാട്ടി കഴിഞ്ഞാൽ ശരിയാവില്ല, മടിയാണ്, അടിയിൽ പോയിട്ട് കൊണ്ടുവരണം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, കിടിലൻ വ്ളോഗുകൾ വരാനുണ്ട്. ഇലക്ട്രിക് സൈക്കിളിൽ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കാലത്ത് പോയത്. ഇനി വൈകുന്നേരം രാത്രി 12 മണിക്ക് ഒരു സംഭവം ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. ഇങ്ങനത്തെ വ്ളോഗുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഭാഗത്തുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ഒറ്റൊരു ഡെലിവറി ഉണ്ടായിരുന്നുള്ളൂ, 32 രൂപയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ ഇന്ന്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.